ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ PSC വഴി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് 15/6/2024 ഗസറ്റഡിൽ ഒരു വിജ്ഞാപനം വന്നിരുന്നു. കാറ്റഗറി നമ്പർ 124 മുതൽ 186 വരെയുള്ള വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. ഒരുപാട് പേരുണ്ടാവും ഇത് മിസ്സായിട്ടുണ്ടാവും. അവർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. തീർച്ചയായും നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നാളെ അവസാനിക്കുന്ന വിജ്ഞാപനത്തിലുള്ളത് നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ 15/6/2024 ഗസറ്റഡിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള 124/2024 മുതൽ 186/2024 വരെ ഏകദേശം 60ഓളം തസ്തികകളിലേക്ക് വിജ്ഞാപനം വന്നിരുന്നു. അപ്പോൾ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി കേരള PSCയുടെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായ kerala.psc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ലഭിക്കുക. അവിടെ 15/6/2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും അതിൽ ലഭിക്കും. അപ്പോൾ അത് അപേക്ഷിക്കേണ്ട അവസാന തീയതി 17/7/2024 നിങ്ങൾക്കിത് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. താഴെ ഇത് ഏതെല്ലാം തസ്തികളാണുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഉണ്ട്, കൊമേഴ്സ്. അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഹിന്ദി. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഉണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഉണ്ട്. ജൂനിയർ അനലിസ്റ്റ് ഉണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിലേക്ക്. പിന്നെ മോർച്ചറി ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ കാത്ത് ലാബ് ടെക്നീഷ്യൻസ്, ഡയാലിസ് ടെക്നീഷ്യൻസ്, ട്രേഡ്സ്മാൻ വെൽഡിംഗ്, അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, UP സ്കൂൾ ടീച്ചർ ഉണ്ട് മലയാളം മീഡിയം. അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ട് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക്. ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. അതുപോലെ കെമിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്. ലൈബ്രറിയൻ ഗ്രേഡ് 2, 3 ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ. അതുപോലെ NCA നോട്ടിഫിക്കേഷനും പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/STക്കും വന്നിട്ടുണ്ട്. പിന്നെ ടൈം കീപ്പർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്ക് ടൈം കീപ്പർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വിജ്ഞാപനമുണ്ട്. പിന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് NCA വിജ്ഞാപനമുണ്ട്. അപ്പം ഇങ്ങനെ 64ഓളം തസ്തികകളായിട്ട് ഏകദേശം 62ഓളം തസ്തികകളായിട്ടാണ് വിജ്ഞാപനങ്ങൾ 15/6/2024 ഗസറ്റിൽ വന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അപ്പോൾ അത് മറക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും. NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഓരോന്നും നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്.
അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.